ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി, യൂണിക്കോൺ 150 ആണ്. 66,600 കിലോമീറ്റർ, 61,600 കിലോമീറ്റർ നിലവിൽ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടി ജനറൽ സർവീസായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ സർവീസുമായി നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി നിൽക്കുന്നില്ല. ബ്രേക്ക് ഇല്ല ശരിക്കും. പെഡൽ കാണിക്കുന്നുണ്ട്, പക്ഷേ വണ്ടി ബ്രേക്ക് ചെയ്താൽ ചവിട്ടിയാൽ നിൽക്കാത്തൊരു കണ്ടീഷൻ ഉണ്ട്. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് ടെൻഷനർ കംപ്ലൈൻ്റ് ആയിട്ട് എഞ്ചിൻ്റെ അവിടെ ഒരു ചിലമ്പല സൗണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരണം. അത് പ്രഥമ ദൃഷ്ടിയ നമ്മൾ നോക്കുമ്പോൾ കിട്ടിയ കംപ്ലൈൻറ്റുകളാണ്. പിന്നെ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ കയറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നോക്കുമ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ മാക്സിമം അഡ്ജസ്റ്റിങ്ങിൽ പരമാവധിയാണ് കിടക്കുന്നത് കേട്ടോ. അതെനിക്ക് ANL കൊണ്ടുള്ള ബ്രേക്ക് ഷൂ ആണ്, ഒറിജിനലല്ല. ആ ലൈനർ അതായത് പുറമെ വന്ന ലൈനറാണ് കേട്ടോ, കമ്പനി ലൈനറല്ല. അത് ക്യാമൊക്കെ തിരിച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പെഡൽ കാണിക്കും, വണ്ടി ബ്രേക്ക് ചെയ്താൽ നിൽക്കില്ല, ആ ഒരു അവസ്ഥയിലാണ്. പിന്നെ ഉള്ളത് അതിൻ്റെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്, അത് പൊട്ടിയേക്കാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. പിന്നെ ചെയിൻ്റെ അവിടെ നിന്നുള്ള സൗണ്ട്, ചെയിൻ സ്പോക്കറ്റ് മാക്സിമം വലിച്ചു തീർന്നേക്കാണ്. നല്ല രീതിയിൽ ലൂസ്, ഇവിടെ ഒന്നും പിടിക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ആ വണ്ടി ആക്സിലേറ്റർ കുറച്ചിട്ട് കൊടുക്കുമ്പോൾ കാലുമൊക്കെ ഷിവറിങ് അനുഭവപ്പെടുന്നത് നമുക്ക് ഈ സസ്പെൻഷൻ്റെ സ്വിങ് ആമിൻ്റെ ഇവിടെ വന്ന നീഡിൽ ബെയറിങ്ങും അതിൻ്റെ കോളറും തേമാനം വന്നിട്ടുള്ള സൗണ്ടാണ്. ആ ഒരു ജർക്കിങ്ങാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ചെയിൻ സ്പോക്കറ്റൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കട അതുകൂടി നമ്മൾ ചെയ്താൽ തന്നെയാണ് ചെയിൻ സ്പോക്കറ്റിനും ലൈഫ് കിട്ടുള്ളൂ, നമ്മുടെ ആ കംപ്ലയിൻസും മാറുള്ളൂ, വണ്ടി ഓടിക്കാൻ സ്മൂത്ത് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഓൾറെഡി ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ആണ്. ചെയിൻ സ്പോക്കറ്റ്, വീൽ റബ്ബർ, ബാക്ക് സൈഡിൽ വരും. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ വലിയ പഴക്കമൊന്നും ഇല്ലാത്ത ഫിൽറ്ററാണ് കിടക്കാം, പക്ഷേ നമുക്കത് കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് അത് കിടക്കുന്നത് കേട്ടോ. ആ കമ്പനിയുടെയൊക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോണ്ട എന്ന് പറഞ്ഞിട്ടുള്ള എംബ്ലൊക്കെ വരും. ഇതിപ്പോൾ നിലവിലൊന്നുമില്ല, യൂനോമിൻ്റെ അവിടെ തന്നെയാണ്, പക്ഷേ ഒറിജിനൽ അല്ല നമ്മൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് തീരെ മോശമായ അവസ്ഥയൊന്നുമല്ല, പുതിയ ഫിൽറ്റർ തന്നെയാണ്. നമുക്കൊന്ന് എയർ അടിച്ചൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. എന്തെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചേക്കാൽ തൽക്കാലം അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണ്ട. 2021 മോഡൽ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കണ ബാറ്ററി. ആംബ്രോണിൻ്റെ 12 വോൾട്ടും 7 ആംപിയർ തന്നെ ബാറ്ററിയാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് ബാറ്ററി കൂടി ഒന്ന് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ടെസ്റ്റ് നടത്തുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.99 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കാം. സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി സെൽ ഡാമേജ് ആയിട്ടാണ് ടെസ്റ്റിൽ കാണിക്കാം. 2021 മോഡൽ. അപ്പോൾ ഏകദേശം നമുക്കൊരു 3 വർഷം 4-ാം കൊല്ലമാണത്. ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ടെസ്റ്റിലും ഫെയിൽഡാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ആ എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചിലമ്പൽ സൗണ്ട് കാണിക്കുന്നത് ഈ ഇരിക്കുന്ന ടെൻഷനർ യൂണിറ്റിൻ്റെ ആണ്. അത് നിലവിൽ സാധാരണ രീതിയിൽ നമുക്ക് മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നുണ്ടെങ്കിൽ, ഇത് കാഴ്ചയിൽ നമുക്ക് പഴക്കം പുതിയതായിട്ട് തോന്നണമെന്നില്ല, അത്യാവശ്യം പഴക്കമുണ്ട്. ഇത് ചില കേസിൽ സംഭവിക്കാമെന്ന് വെച്ചാൽ ഈ ഇത് മാറ്റിയാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കംപ്ലയിൻറ്റ് വരാറുണ്ട്. അങ്ങനെ വരുന്ന കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അതിൻ്റെ ഉള്ളിൽ, എഞ്ചിൻ്റെ ഉള്ളിൽ ടൈമിങ് ചെയിൻ, ക്യാം ചെയിൻ എന്ന് പറയും, ആ ചെയിനും ഇതും കൂടി മാറ്റിയാൽ തന്നെയാണ് അത് സാധാരണ രീതിയിൽ റെഡി ആവാറുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ചെയ്തു നോക്കാം. അതിനുശേഷം നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം അയച്ച് ക്യാം ചെയിൻ മാറ്റിയാൽ മതി. പിന്നെ ഹെഡിൻ്റെ ഈ സൈഡിൽ നിന്നൊക്കെ ഓയിൽ ലീക്ക് ഉണ്ട്. ഈ സൈഡിൽ ഗ്യാസ്കറ്റ് പോയിട്ട് ഇവിടുന്ന് ഓയിൽ വന്നേക്കണേ കാണുന്നുണ്ടോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഗ്യാസ്കറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ നമ്മളെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് ലൈനർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് പിടിച്ചിട്ട് നിൽക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ ബ്രേക്ക് പാഡിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡൊക്കെ ഫുള്ള് തീർന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. ബ്രേക്ക് പാഡ് നമുക്ക് എന്തെങ്കിലും മാറ്റണം. അതേപോലെ തന്നെ ഈ MC സബ് ഇതിൻ്റെ ഇവിടെ വരുന്ന ആ ബ്രേക്ക് പിടിച്ചിട്ടൊരു കല്ലപ്പ് കാണിച്ചിട്ട് ബ്രേക്ക് നിൽക്കാണ്ട് പോകുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നത് ഈ യൂണിറ്റിൻ്റെയാണ്. അത് ഓൾറെഡി അഴിച്ച് മാറ്റിയിടാണെങ്കിൽ ആ തലവേദന അവിടെ തീർന്നു, പിന്നീട് ആ ഒരു കംപ്ലയിൻറ്റ് കാണിക്കില്ല. അതാണ് ഏറ്റവും സേഫായിട്ടുള്ള കേസ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്തിടാം, പക്ഷേ എപ്പോഴും നമുക്ക് പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം എനിക്കൊരു 1000-1300 രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരെ ഈ ഐറ്റത്തിന്. പുതിയതിന് റിപ്പയർ ചെയ്ത് വരുമ്പോഴും നമുക്ക് അതിൻ്റെ MC റിപ്പയർ കിറ്റും കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോഴും ഏകദേശം ഒരു 700 അടുത്ത് വരുന്നുണ്ട്. നിസ്സാര വ്യത്യാസം വന്നോളൂ. മാറ്റി പുതിയത് ഇടാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അത് അഴിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കൂടെ നമ്മൾ ഈ കാളിപ്പർ അസംബ്ലിയുടെ ഈ യൂണിറ്റും കൂടി നമ്മൾ അഴിക്കണം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ വന്ന ഈ പിസ്റ്റൺ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വന്ന പിസ്റ്റൺ സീൽ കൂടി മാറ്റിയിട്ട് വേണം നമ്മളതിനകത്ത് മാസ്റ്റർ കിറ്റ് മാറ്റി അതിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ശരിക്കും പുതിയ വണ്ടി എങ്ങനെയായിരുന്നു ആ ഒരു റേഞ്ചിലേക്ക് എൻ്റെ ബ്രേക്കിൻ്റെ പെർഫോമൻസ് വരും. ആ രീതിയിൽ ഉപയോഗിച്ചാൽ തന്നെയാണ് കാര്യമുള്ളൂ. ഏകദേശം മാറേണ്ട പീരീഡൊക്കെയാണ് ആയതുകൊണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പ്ലേറ്റിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു തേമാനമൊക്കെ ഉണ്ട്.
എന്നാൽ വലിയ പ്രശ്നത്തിലൊന്നും ആയിട്ടില്ല, നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ചുള്ള തേയ്മാനമാണ്. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്ത് ഈ ഫോർക്കിൻ്റെ ഓയിൽ സീൽ ലീക്ക് കാണിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഓയിൽ സീലൊക്കെ അത്യാവശ്യം ലീക്ക് ഉണ്ട്. അതിൻ്റെ ഓയിൽ മയം താഴേക്ക് നോക്കുമ്പോൾ അങ്ങനെ വന്നുണ്ട് താഴേക്ക്. അപ്പോൾ ഫോർക്ക് ഓയിൽ സീലിൻ്റെ കംപ്ലയിൻറ്റോ അതിനെ മാറ്റുന്ന കേസോ ഓയിൽ ലീക്കൊന്നും ജോബ് കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് അതിൽ ജനറൽ സർവീസായിട്ട് കയറ്റുമ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കാണുന്ന കംപ്ലയിൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. നോക്കിയിട്ട് അത് തുടക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ സീൽ മാത്രം മാറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തീർന്നു നോക്കുള്ളൂ. അതല്ലെങ്കിൽ അങ്ങനെ കിടന്ന് ഓടണ സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ കിടന്ന് ഓടിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ സ്റ്റീൽ പൈപ്പ് ഈ വന്ന ഫോർക്ക് പൈപ്പിൻ്റെ പ്ലേറ്റിങ്ങിന് കംപ്ലയിൻ്റ് വന്ന് നമ്മൾ ഫോർക്ക് പൈപ്പും കൂടി മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. അപ്പം അതൊന്ന് നോക്കാം, അഫോർഡബിളാണ്. ഇതെല്ലാം കൂടി വരുമ്പോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എസ്റ്റിമേറ്റ് വേണ്ടി നോക്കിയിട്ട് പറയാം. പറ്റുമെന്നുണ്ടെങ്കിൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് പറയാം. നോക്കിയിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ചെയ്ത് പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. ഹെഡ് ലീക്കിൻ്റെ കേസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ നോക്കുമ്പോൾ അറിയാം. നമുക്ക് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ആ ഗ്യാസ്കറ്റിൻ്റെയാണ് മെയിനായിട്ട്. പിന്നെ സ്പാർക്ക് പ്ലഗും കൂടി നമ്മൾ അഴിച്ച് കൂട്ടത്തിൽ കൂടെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റി ചെയ്യണമായിരിക്കും. വലിയ പഴക്കമില്ലാത്ത പ്ലഗാണ്, ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിലിൻ്റെ കേസാണ്. എഞ്ചിൻ ഓയിൽ ഓൾറെഡി ചെക്കപ്പാണ് പറഞ്ഞേക്കണേ. നമ്മൾ നോക്കണ സമയത്ത് ഓയിൽ ലെവലിൽ സ്റ്റിക്കിൽ കാണിച്ചില്ല. അതും പ്രകാരം നമ്മളത് ഊറ്റിയപ്പോൾ അളവ് പാത്രത്തിൽ ഊറ്റി നോക്കിയതാണ് നമ്മൾ. ആ കൂടി നിലവിലുള്ള ഓയിലിൻ്റെ അളവാണ് ഈ കാണുന്നത്. 150 മില്ലി ഓയിലാണ് നിലവിലുള്ളത്. സ്വാഭാവികമായിട്ടും ഓയിലില്ലാതെ ഒരു സിറ്റുവേഷനിൽ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അതായത് 600 മില്ലിയിലേക്ക് താഴേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ 600 മില്ലി താഴേക്ക് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് എഞ്ചിൻ്റെ ഉള്ളിൽ ഓയിൽ പമ്പിങ് ഒക്കെ വളരെ ശോകാവസ്ഥയിലായിരിക്കും. 600 മില്ലി വരെയൊക്കെയാണ് അത് പമ്പ് കൺട്രോൾ ചെയ്യുക. ആ ലൂബ്രിക്കേഷനൊക്കെ ഒരു വിധമൊക്കെ നടക്കുള്ളൂ. ഇതിപ്പോൾ ശരിക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. വാൽവ് ഗൈഡിൻ്റെ ഭാഗത്ത് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാവും. സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് വന്നിട്ടുണ്ടാവും. അത് ഓയിലത്രയും കുറഞ്ഞ് ഓടിയിട്ട് വന്ന സംഭവങ്ങളാണത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മൾ ബാക്കിത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഓയിൽ നമ്മൾ ഫില്ല് ചെയ്ത് കയറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പുക വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൈലൻസറിൽ നിന്ന് പുകയുടെ ഇത് വരാൻ വൈറ്റ് കളറിൽ നല്ല രീതിയിൽ പുക വരാൻ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്കും സിലിണ്ടർ പിസ്റ്റൺ സ്ക്രാച്ച് വന്നിട്ടുണ്ടാവാനാണ് സാധ്യത. നോക്കുമ്പോൾ അത്യാവശ്യം കരിയുടേതായിട്ട് പ്രശ്നമൊക്കെ കാണുന്നുണ്ട്. ഇപ്പം നിലവിൽ ആ ഭാഗമൊന്നും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ, അതായത് ബാക്ക് ചെയിൻ സ്പോക്കറ്റ് തുടങ്ങി ചെയിൻ സ്പോക്കറ്റ്, ബ്രേക്ക് ഷൂ, വീൽ റബ്ബർ, അതേപോലെ തന്നെ സസ്പെൻഷൻ ബെയറിങ്, പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട കാലിപ്പർ അസംബ്ലി, ഡിസ്ക് ബ്രേക്ക്, അതിൻ്റെ പാഡ് സെറ്റ്, എൻജിൻ ഓയിൽ, ഹെഡിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഗ്യാസ്കറ്റ്, അതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ബ്രേക്കിൻ്റെ കേസിൽ കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ കേസിൽ. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി വണ്ടി ബ്രേക്ക് പിടിച്ചിട്ട് നിൽക്കാത്തൊരു സിറ്റുവേഷനിൽ വണ്ടി പോവാം. അപ്പോൾ നമുക്ക് 150 cc വണ്ടി എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് എഞ്ചിൻ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്കൊക്കെ കൺട്രോൾ ചെയ്ത് പിടിക്കാനാണ് പറ്റുള്ളൂ. കാരണം ഞാൻ ബാക്ക് ബ്രേക്ക് പാത്രം ചവിട്ടിയ വണ്ടി നമ്മുടെ കൺട്രോളിലേക്ക് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറഞ്ഞതിൻ്റെ കേസുള്ളത്. എന്തായാലും വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമ്മളൊരു എസ്റ്റിമേറ്റ് എങ്ങനെയൊക്കെ ഉൾപ്പെടുത്തണ്ടേ, ഏതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു റിപ്ലൈ ഇടാണെങ്കിൽ അതനുസരിച്ചിട്ട് എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.